കൊടുത്തിരിക്കുക എന്നാ വെച്ചി മക്കളെന്നെ കൊല്ലുക. ആ എന്താന്ന് കഞ്ഞി കുടിക്കാൻ കാശുമില്ല, ലോകം മുഴുവൻ കടമുണ്ട്, എല്ലാത്തിൻ്റെയും സ്മാർട്ട് ഫോൺ. പിള്ളേരെങ്കിലും സ്മാർട്ടായിട്ടാ സതീശ. എന്താണത് എല്ലാരും പിന്നെ മൊബൈലും കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീടും തുറന്നിട്ടിരിക്കണേ. ആൾക്കാർ വല്ല കള്ളന്മാരും കയറി എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയാലും അറിയില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു പട്ടിയുടെ ആവശ്യം. നീ എവിടെ മറ്റേ പട്ടിയുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസം വന്നപ്പോ എന്നെ തെങ്ങ ഓടിച്ച് കയറ്റിയതാണ്. അത് 2 ആഴ്ച മുമ്പല്ലേ? ആ ഒന്നും പറയണ്ട എന്റെ സതീശ. 2 ആഴ്ച മുമ്പ് ഈ പെങ്കൊച്ചിനെ കാണാൻ ഒരു കൂട്ടർ വന്നതായിരുന്നു. നല്ല ഒന്നാം തരം ചെറുക്കൻ, നല്ല ജോലി. ഇവക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ട്, ചെറുക്കൻ ഇവളെ ഇഷ്ടപ്പെട്ട് 10 പൈസ സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ മുടിയാനായിട്ട് അവന്റെ ഒരു കാർന്നോര് പെണ്ണിന് എന്നാ സ്ത്രീധനം കൊടുക്കുന്നു. അത് കേൾക്കാൻ കാത്തിരുന്ന് ഇവിടെ ഒരുത്തൻ സ്ത്രീധനം എന്റെ പട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട പാതെ കേൾക്കാത്ത പാതി പട്ടി ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. പട്ടിക്ക് സ്ത്രീധനം കൊടുക്കാൻ പറ്റുമോ? എന്നാലും ഇങ്ങനത്തെ വീട്ടിലൊരു പട്ടി ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞ ആഴ്ച എന്റെ ആങ്ങളെ ഒരു പട്ടിനെ കൊണ്ടുവന്നത് അന്നൊരു കുഞ്ഞു പട്ടി. അവനെ ഇന്നാളൊരു പെണ്ണ് തേച്ചിട്ട് പോയി. അവളോടുള്ള ദേഷ്യത്തിന് ഒരു കുഞ്ഞു പട്ടീനെ എടുത്ത് അതിന് അവക്കടെ പേര് വിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കി തന്നതാ. ഒരു 3 ദിവസം ആയില്ല. അതിന് മുമ്പ് അപ്പുറത്തെ സാബു ഇതിലെ കൂടെ ഇറച്ചി മേടിച്ച് അതിന്റെ മുന്നിൽ കൂടെ ആട്ടി കൊണ്ടുപോയി. പട്ടി അവന്റെ കൂടെ പോയി. പട്ടി തേച്ചിട്ട് പോയ അവനോ? എന്നാലും ഉണ്ടല്ലോ അവൻ ആ പെണ്ണിനെ കെട്ടാൻ നന്നായില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവക്കട പൊന്നോ കാണണോ ആ വീട് തേച്ചിട്ട് പോലും ഇല്ലെന്നോ. കൊള്ള വീട് പോലും തേക്കാത്തോളാണ് എന്റെ ആങ്ങളെന്നെ തേച്ചത്. അല്ലെങ്കിൽ ഈ പ്രണയവും വീട് പണി എന്നൊക്കെ പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിന്റെ അവസാനം തേപ്പാണ്. എന്താ എന്നിട്ട് പിള്ള കല്യാണം എന്താക്കി? എന്തെങ്കിലും നോക്കാതിരിക്കാൻ പറ്റുമോ? നോക്കണം. കല്യാണക്കാരൊക്കെ വന്നിട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെടണ്ടോ എന്നവരൊക്കെ? ഓ അവക്ക് അപ്പഴി ഡിമാൻഡ് അല്ലേ? എന്ത് ഡിമാൻഡ്? എനിക്കെന്ത് ഡിമാൻഡ്? എനിക്ക് ആരെങ്കിലും ഒന്ന് വന്നാ മതി എന്നാണ്. പിന്നെ അതൊന്നും അല്ലടാ, നല്ല ഡിമാൻഡ് ഉണ്ട്. അവക്ക് 6 പാക്ക് വേണം. പിന്നെ വർത്താനം പറയുമ്പോ വിഗ് ഉണ്ടാകരുത്, തലയിൽ വിഗ് ഉണ്ടാകരുത്, തഗ് പറയരുത്, പെഗ് കഴിക്കരുത്. മൊത്തം ഇക്കിന്റെ ആളല്ലേ? എന്നെ പോന്നു ഞാനിവിടെ വന്നിട്ടാ. നീ മൊബൈൽ നോക്കിക്കോളാം. പിന്നെ മോളെ എവിടെങ്കിലും ഒക്കെ തല വെച്ച് കൊടുക്കട്ടെ കല്യാണത്തിന്. തലവെക്കാൻ ഞാനുള്ള ട്രെയിനാ. അല്ല ഞാൻ പറഞ്ഞാണ്. എന്തേ അച്ഛനെന്തേ? അച്ഛൻ എവിടെ പോകാനാണ്? അച്ഛനപ്പുറം കണ്ടുണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലേ? പിന്നെ ഞാനും ഒരു മകളല്ലേ ഉള്ളു. ഞാനല്ലാതെ എന്റെ അച്ഛനെ പിന്നെ ആര് നോക്കാനാണ്? അത് ഞാൻ അത്ര സൂക്ഷിച്ചിട്ടൊന്നുമില്ല അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിരിക്കണത്. ആകെ മാസത്തിൽ ഒരു ദിവസം എന്റെ അച്ഛനെ അങ്ങേരെ അച്ഛന്ന് വിളിക്കും. പെൻഷൻ കിട്ടണ ദിവസം. ബാക്കി പിന്നെ ബാക്കിയുള്ള ദിവസം മുഴുവൻ അച്ഛേ ആ ഒരു വർത്താനാണ്. എവിടെ ആളെങ്ങാട് പോയിപ്പോ? നമ്മുടെ ചേട്ടൻ കുടുംബോഹരി കിട്ടിയിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തി അപ്പുറത്ത് ഇരിപ്പുണ്ടേ. കിട്ടിയാ? എത്ര കിട്ടി? 25. ഓ 25 ലക്ഷം രൂപ കിട്ടിയേക്ക് പിന്നെ പൊളിക്കുമല്ലോ പുള്ളി. 25 ലക്ഷം എന്താണ്? 25,000 കുണുവ. വീട് ഭാഗം വെച്ചിട്ട് 25,000 രൂപ. എന്താണ് വല്ല തൊഴുത്താണോ ഭാഗം വെച്ച്? അതിന് അയാളുടെ അപ്പനെ 5-8 കൂടി മക്കളുണ്ടായിരുന്നു. കാണടുത്ത് മുഴുവൻ കെട്ടി നടന്നിട്ട് എല്ലാത്തിനും 4ഉം 3ഉം ഒക്കെ വീതം വീതിച്ച് വന്നപ്പോ കിട്ടിയത് 25,000 ഉലുവ. അത് പറഞ്ഞാണോ? ഞാനോർത്ത് അപ്പുറത്ത് വല്ലവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. എവിടെ എന്നിട്ട് ആളുകൾ കളിച്ചു? അലക്കല്ലേ ഇരിപ്പുണ്ട്. ആണോ? അലക്കല്ലേ? എന്റെ പൊന്നു ചേച്ചി ആ പൈസ തീർത്തിട്ട് വരുമ്പോ എടുത്തിട്ട് അലക്കിയേക്കല്ലേട്ടാ. ഞാനൊന്ന് പോയി നോക്കിയേക്കട്ടാ. അലക്കണ ഊരണന്ന് ഞാൻ തീരുമാനിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അത് ഞാനോട് നീ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ചേക്ക്. 25 രൂപ കിട്ടിയ മുഴുവൻ ചെലവാക്കിയച്ചും വന്ന മനുഷ്യനാണ്. ഞാൻ നോക്കിക്കോളാം. ആ കാശെങ്ങാനും എടുത്ത് ചെലവാക്കിട്ട് ഈ കുടുംബത്തോട്ട് വന്ന ഇവിടെ ഞാൻ കേറ്റൂല എന്ന് പറഞ്ഞേക്കണം. നീ ഒന്ന് മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഞാനും ഊരി പോകും എന്റെ തലയും കൊണ്ട്. മാറ്റണ്ട ഞാൻ അറിഞ്ഞു. 25,000 അല്ലേ? 25 അല്ലേ? 23. 2,000 എന്ത് ചെയ്ത്? 2,000 പിന്നെ ഞാനത് ഏറ് തിന്നുവാ. 2,000 രൂപ എന്ത് ചെയ്ത്? ആ റൂം എടുത്ത് അവിടെ ഇരുന്ന് ചെറുത് ഭക്ഷണം കഴിച്ച് ചെറുത് പഠിച്ചിട്ട് ഞാൻ പോന്നു. 2,000 രൂപ എൻ്റെ ഒരു ആഗ്രഹം ഇരുന്ന എന്തെങ്കിലും ഒരു ദിവസം അവിടെ പോയി കഴിക്കണം. എവിടാ? നമ്മുടെ അടുത്ത ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലാ. ഈ കണക്കിന് ഈ പൈസ 5 ദിവസം കൊണ്ട് തരുമല്ലോ. ഇനി തീർക്കൂല. ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസം നിനക്കറിയാം? എന്താ ഉറങ്ങാണ്ടിരിക്കണ? കിടന്നു കഴിഞ്ഞാൽ ഈ പൈസ കൊണ്ട് അവള് പോകും.
അത് ഇവിടെ ചേച്ചി അവിടെ പേര് പറക്കണ്ട് എത്തി നോക്കണുണ്ട് അയാൾ കള്ളൻ നാളെ നാറി അയാൾക്ക് പോയിക്കൂടെ ഇവിടുന്ന്. പുള്ളിനൊന്നും അങ്ങനെ പറയല്ലേ. എന്തിന് എടാ മക്കളെ തന്തന അവള് വീട്ടിൽ കൊണ്ടു നോക്കണം, അല്ലാണ്ട് എൻ്റെ അടുത്തല്ല കഴിയേണ്ടത്. പുള്ളിക്കാരന് വേറെ അവിടെ പോയി നിൽക്കാനാ, ഒരു മോളല്ലേ ഉള്ളൂ. എന്തോ ഒരു മോളകള് ഇവിടെ വന്ന് നിൽക്കണം. എവിടെയെങ്കിലും വാടകയ്ക്ക് പോയിട്ട് രാത്രി സെക്യൂരിറ്റി പണിക്ക് പോയിക്കൂടെ? അങ്ങനെയൊന്നും പറയല്ലേ പുള്ളി. പിന്നെ ചേച്ചി അവിടെ പുള്ളി പറയണ്ടായിരുന്നു പൈസ ഒക്കെ അടിച്ച് തീർത്തിട്ട് വെള്ളം അടിച്ച് തീർത്തേക്കല്ലേ പൈസ. ഞാൻ അടിയില്ലല്ലോ ഇപ്പൊ. അതല്ല ഇങ്ങനെ അടിച്ച് തീർത്തേക്കല്ലേ. അത് ഞാൻ തീർക്കുന്നത്, ഞാൻ ബിസിനസ് ചെയ്യാൻ പോണേ. 25,000 രൂപ എന്ത് ബിസിനസ്? എന്തെങ്കിലും പറ്റണ ബിസിനസ് ചെയ്യാല്ല, അല്ലെ പണം പലിശ കൊടുക്കാല്ലോ. പലിശ കൊടുക്കണ്ട. കുമാർ എന്നുള്ള പേര് മാറി നിന്റെ കുബേരൻ എന്നുള്ള പേരാവും വ്യവസായം. ആ കോളടിച്ചല്ല, അവകാശം കിട്ടിയെന്നായിട്ട് അറിഞ്ഞാ മതി. പിന്നെ എന്നോട് ആര് പറഞ്ഞു? നാട് മുഴുവൻ ഇത് പാട്ടാ. ചേച്ചി വിളിച്ചു പറഞ്ഞായിരുന്നു. പത്രത്തിൽ കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, നാട് മുഴുവൻ അറിഞ്ഞല്ല. സംഗതി കിട്ടിയിട്ട് കുറച്ച് ദിവസം നേരമായിട്ടുള്ളൂ. 2,000 രൂപ കുറഞ്ഞു. നിന്റെ കുടുംബത്തൊന്നും അല്ലല്ലേ, എന്റെ അച്ഛൻ തന്നെ കാച്ചല്ലേ. ആ പൈസ അടിച്ച് തീർക്കേണ്ട എന്തെങ്കിലും പരിപാടി ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പോന്നു കണ്ടോ, ഇതാണ് പ്രശ്നം. എന്നോട് പുള്ളിക്കാരത്തിന് വിളിച്ചിട്ട് പറഞ്ഞു ആ പൈസ അടിച്ച് തീർക്കണ മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഉപദേശിക്കടാന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് എണ്ണിക്കൊണ്ടിരിക്കണേ. നമുക്കേ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യിപ്പിക്കണം, നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു ബിസിനസ്. ഇതിനാണ് ഞാൻ റെഡി പറയട്ടെ. ഞാൻ പൈസ മേടിച്ച് എനിക്ക് ഞാൻ പലിശ കൊടുക്കാം. പലിശ കൊടുത്താൽ പലിശ മേടിച്ച് കൊടുക്കാമല്ലോ. നമുക്ക് മാത്രമല്ലേ ഗുണമുള്ളൂ. നമുക്ക് ഇവിടെ എന്ത് ഗുണം? അതേണ്ട എന്തെങ്കിലും ബിസിനസ് ഉണ്ടാകുന്ന നോക്കാം, ചോദിക്കാം. അങ്ങനെ വിട്ടു കൊടുക്കരുതല്ല. അപ്പൊ ഇവര് ഓരോ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബിസിനസ് ചെയ്യാൻ ഇത് 25 ലക്ഷമൊന്നുമില്ല, 25,000 രൂപയുള്ളൂ. ആ ഉള്ളതിൽ നമുക്ക് കൊള്ളിക്കാന്ന്. എന്ത് ബിസിനസ് ചെയ്യാനാണ്? ഞാൻ അല്ലെങ്കിൽ എന്ത് ബിസിനസ് ചെയ്യുമോ? മുട്ട കച്ചവടം ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുട്ടേ മുട്ട പൊട്ടും. മുട്ട പൊട്ടിപ്പോ അതാണ് പറഞ്ഞത്, മുട്ട പൊട്ടും. പിന്നെ ചെയ്യാമെന്നത് പടക്ക കച്ചവടം ചെയ്യാം. അതാണ് പുള്ളി ചെയ്ത പൊട്ടിയേയില്ല. അത് ശരിയാണ്. ആളില്ലേ ഇവിടെ? ആളില്ലേ? ആളല്ലേ ഇരിക്കണത്. അതല്ല ചേച്ചിയില്ലേ? ഓ ഉണ്ടാകത്തുണ്ട്. ചേച്ചി, ഓ ചേച്ചി ഒരു ഇച്ചിരി ചൂടുവെള്ളം നന്നായിട്ട് ചൂടായിക്കോട്ടെ, തൊണ്ടവേനാണ്. കടിഞ്ഞായ വേണം. വേണ്ട ചേച്ചി, കുറച്ച് ചൂടുവെള്ളം മതി. കടിഞ്ഞായ. പിന്നെ ഞാൻ അല്ല വേറെ നോക്കണ്ടാവോ? കൊണ്ടുവരണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കണം. അപ്പൊ ഇവിടെ തന്നെ എന്തിനാണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെള്ളം കുടിക്കാൻ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ സവാള കച്ചവടം ഉണ്ട്. സവാള കച്ചവടം ആളെയൊക്കെ അവിടെ പോയി എടുക്കണ്ടാ. തേങ്ങ കച്ചവടമായല്ലോ. തേങ്ങ പറ്റില്ല കേട്ടോ, തേങ്ങ ചെയ്യണ്ട. തേങ്ങ ഇപ്പൊ എല്ലാ പറമ്പിലും തേങ്ങയുണ്ട്, ആൾക്കാരുടെ മുഴുവനും തേങ്ങയുണ്ട് അല്ലേ. അതിൽ പിന്നെ കൊപ്ര എടുത്തിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ആട്ടിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് വീട് വീടാന്തരം കൊണ്ടുപോയി കൊടുക്കും. 25,000 രൂപ നടക്കൂലേ? 25,000 രൂപ. ഇത് വേറെ പണി ഉണ്ടാകും. പുള്ളിക്ക് പറ്റിയ ബിസിനസ് ഞാൻ പറയട്ടെ. ആ മീൻ ബിസിനസ്. അത് കറക്റ്റാ. മീൻ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ വണ്ടി എടുത്ത് ഈ സൈക്കിളും എടുത്തിട്ട് വീട് വീടാന്തരം കയറി മീനേ മീനേ കണ്ടാ ഐശ്വര്യത്തിന്റെ അലാറം മുഴുങ്ങിയത് കണ്ടാ. അപ്പോഴേ എന്നെ മീൻ കച്ചവടക്കാരനെ ആക്കിയവള്. അതാ പറഞ്ഞ കറക്റ്റ് ടോണ. ആരാണ് എന്താണെന്ന് പോലും അറിയാതെ അവള് ദേ വരണേ എന്ന് പറഞ്ഞപ്പോ അവൾ എന്ത് മുതലായിരിക്കണം. അത് അങ്ങനെയല്ല, തെറ്റിദ്ധരിക്കണ്ട. ആ മീൻ കച്ചവടക്കാരനാണെന്ന് കരുതി നിങ്ങൾ പറഞ്ഞതാ. ദേ ഉറപ്പിച്ചോ, മീൻ കച്ചവടം. മീൻ എടുക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷെ മീൻ കയ്യിലിരുന്ന് ചീഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോയില്ലടാ കച്ചവടം. അതാണ് പറഞ്ഞത്, 25,000 രൂപക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മീൻ കച്ചവടം. നേരെ കടലിലേക്ക് ഇല്ല, നേരെ മീൻ പിടിക്കുക, പച്ച മീൻ കൊണ്ടൊന്ന് വഴിയിലിട്ട് വിറ്റാണ്ടല്ല ചൂടപ്പം പോലെ പോകും. ആര് കടലിൽ പോവും? നീ പോണം. എനിക്ക് നീന്താനും അറിയില്ല, കടലിൽ പോകാനും പറഞ്ഞു. നിനക്ക് പറ്റോടാ? എന്റെ ഭാര്യക്ക് വേണ്ടിട്ട് ബിസിനസ്സിന് ഇഷ്ടമുള്ള. നിന്റെ ഭാര്യനായിട്ട് ആര് ബിസിനസ് ചെയ്യണം? നിനക്കാ? ഞാനാ വെയിൽ കൊള്ളാനാ. വീടിനകത്തിരുന്നു. പിന്നെ ആള് എടാ, ഒന്നാമത്തെ കാര്യം മീൻ കച്ചവടം നല്ല ബിസിനസ് തന്നെയാണ്. അതൊക്കെ ചെയ്ത ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അത് അന്നന്ന് പിടിക്കണം മീൻ, അന്നന്ന് തന്നെ നമ്മൾ വിറ്റ് തീർക്കണം. അത് അല്പം ചീഞ്ഞു കഴിഞ്ഞാൽ അത് അതിനുമുമ്പ് അടിച്ച് ഏൽപ്പിക്കണം. അതാ പറഞ്ഞ അല്ലാണ്ട് പിറ്റേ ദിവസത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മീൻ പോകുകയില്ല, ചീത്തപ്പേര് വരികയും ചെയ്യും, നമുക്ക് കമ്പനി നഷ്ടത്തിൽ പോവുകയും ചെയ്യും. അടിച്ച് തലയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടും. അടിച്ച് തലയിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന പാർട്ട്ണറെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരാളുണ്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ആര്? നിന്റെ അമ്മായപ്പൻ. എന്റെ അമ്മായിയപ്പനാ? ഭാര്യയുടെ അപ്പനാ? അതെ. ചക്കന്ന് കേൾക്കുമ്പോ ചുക്കന്ന് കേട്ടിട്ട് ചോക്കന്ന് എഴുതി ചാക്കന്ന് വായിക്കുന്ന അയാളാണ്. എടാ, അയാൾക്കൊന്ന് അടിച്ചേൽപ്പിക്കാൻ അറിഞ്ഞൂടാ. എടാ, ആരുടെയെങ്കിലും തലയിൽ സാധനം കെട്ടിയേൽപ്പിക്കാൻ അയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. എന്താ നീ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ? എടാ, ഒരു പണിയും പേരിലാണ്ട് തെക്കും പടക്കിടന്ന് ഇവനാ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി വീട്ടിൽ കയറ്റി ചായയും ചോറും കൊടുത്തിട്ടെ ഈ കെട്ടാച്ചിറക്കാട്ടിൽ നിന്ന് വെച്ച് ഇവിടുന്ന സാധനം ഉണ്ടല്ല, അതിന് ഇവന്റെ തല കെട്ടിയേൽപ്പിച്ചില്ലേ. അപ്പൊ പിന്നെ ഇവന്റെ മീൻ ബിസിനസ്സിൽ അയാളെ കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഉണ്ടാ പണ്ടാവൻ? അല്ലേ ചേച്ചി?